ഇപ്പോൾ ഹൈബീഡൻ എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹൈബീഡൻ, ഒരു വലിയ വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത് മലയാളത്തിന്. എങ്ങനെ ഓർത്തെടുക്കുന്നു, പ്രതികരിക്കുന്നു? ആനമാഷ് മലയാളത്തിന്റെ ഒരു കാരണവർ എന്നുള്ളതിനേക്കാൾ അപ്പുറം കൊച്ചിക്കാരെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടുത്തെ ഒരു ഞങ്ങളുടെ എല്ലാം വലിയൊരു കരുത്തായിരുന്നു. ജാതിമത രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം. അദ്ദേഹം ഇവിടുത്തെ പൊതുവായ വിഷയങ്ങളിൽ എന്നും സെക്യുലർ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ എന്താ പറയാ, ഒരു ഗുരുനാഥൻ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു ഗുരുനാഥനാണ് അദ്ദേഹം. എല്ലാ വിഷയങ്ങളിലും കൃത്യമായ കാഴ്ചപ്പാടും നിലപാടും ഉണ്ടായിരുന്ന സാനുമാഷ് എന്നും ഫാഷിസത്തിനെതിരെ ശക്തമായ നിലപാട് തന്റെ എഴുത്തുകൊണ്ടും സാന്നിധ്യം കൊണ്ടും എടുത്തിട്ടുള്ളതാണ്. അതുപോലെ വികസന വിഷയങ്ങളിലും അദ്ദേഹം വലിയ ഒരു തീരാ നഷ്ടമാണ് ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായി കൂടി. നന്ദി ശ്രീ ഹൈബീഡൻ എം പി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അവിടെ കൊച്ചിയിൽ പ്രത്യേകിച്ചും എറണാകുളംകാർക്ക് ഒരു വലിയ കരുത്തായിരുന്നു എം കെ സാനു എന്നാണ് ശ്രീ ഹൈബീഡൻ ഇപ്പോൾ പ്രതികരിച്ചത്. ആ രീതിയിൽ നേരത്തെ മിനിസ്റ്റർ പി രാജീവ് സൂചിപ്പിച്ചതുപോലെ ഒരു തവണ എറണാകുളത്തിൻ്റെ നിയമസഭാംഗമായി എത്തുകയും ചെയ്തിരുന്നു പ്രൊഫസർ എം കെ സാനു എന്നുള്ളത്. അത് 1987 അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ CPIഎമ്മിൻ്റെ സ്ഥാനാർത്ഥിയായാണ് എം കെ സാനുമാഷ് അന്ന് മത്സരിച്ചത്. അപ്പോൾ കോൺഗ്രസിൻ്റെ AL ജേക്കബിനെതിരെ ഒരു അട്ടിമറി വിജയം നേടുകയും ചെയ്തിരുന്നു എം കെ സാനു. അങ്ങനെ പല രീതിയിൽ പല മേഖലകളിൽ കൃത്യമായ തൻ്റെ സ്ഥാനം ചാർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. സാഹിത്യം മാത്രമല്ല, ഈ രീതിയിൽ സാംസ്കാരിക രംഗത്ത്, ഒപ്പം തന്നെ രചനാരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് അവിടെയൊക്കെ കൃത്യമായ അഭിപ്രായങ്ങൾ പറയാൻ എന്നും പ്രൊഫസർ എം കെ സാനു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇടതോരം ചേർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമെങ്കിലും പിന്നീട് എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുകയും എല്ലാ കാര്യങ്ങളിലും അത് പാർട്ടി നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളായി മാറുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു സാഹിത്യകാരൻ, ഒരു വാഗ്മി. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ആദ്യമൊക്കെ രചനയിലായിരുന്നെങ്കിലും പിന്നീട് വൈകിയാണ് ഈ പ്രസംഗത്തിലേക്ക് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഒരുപാട് പേർ എത്തുമായിരുന്നു. പല വിഷയങ്ങളിൽ എം കെ സാനു എന്ത് പറയുന്നു, എന്ത് പ്രതികരിക്കുന്നു എന്ന് കാതോർത്ത കാലം ഉണ്ടായിരുന്നു കേരളത്തിന്. ഏറ്റവും ഒടുവിൽ പോലും ഇവിടുത്തെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും എം കെ സാനു മാഷുടെ പ്രതികരണങ്ങൾ അത് കൃത്യമായി കേട്ടതാണ് കേരളം.